തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ മൊഴി നൽകാൻ ഹാജരാകാതെ ബി.ജെ.പി. കൌൺസിലേഴ്സ്. മൊഴി നൽകാൻ ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് SHOയ്ക്ക് എതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതിനാൽ ഹാജരാകാൻ ഇല്ല എന്നാണ് വിശദീകരണം. റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ബി.ജെ.പി. പോകാൻ കാരണം? ഈ പരാതി ഉദ്യോഗസ്ഥർക്ക് നൽകി എന്ന് പറയുന്നു, അതുകൊണ്ട് മൊഴി നൽകാൻ ഹാജരാകാൻ കഴിയില്ല എന്നാണോ? പ്രജിൻ, അമൃത, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് വട്ടിയൂർക്കാവ് പോലീസ് മൊഴി നൽകാൻ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡെപ്യൂട്ടി മേയർ ആശാനാഥിനടക്കം നോട്ടീസ് നൽകിയത്. ആശാനാഥ് ആ നോട്ടീസ് സ്വീകരിക്കുകയും ചെയ്തു. കൗൺസിലർമാരും നോട്ടീസ് ഒപ്പിട്ട് കൈപ്പറ്റുകയും ചെയ്തു. പക്ഷേ മുൻ DGP R. ശ്രീലേഖ കൗൺസിലറാണ്, അവർ മാത്രമാണ് ഈ നോട്ടീസ് കൈപ്പറ്റാതിരുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് ഹാജരാകണം എന്നുള്ളതാണ് നോട്ടീസിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെയും ഈ കൗൺസിലർമാർ ഹാജരായിട്ടില്ല. ഹാജരാകാൻ തയ്യാറല്ല എന്ന് കാട്ടി വട്ടിയൂർക്കാവ് പോലീസിന് ഇവർ കത്ത്, അതായത് ആധികാരികമായി രേഖാമൂലം തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ വട്ടിയൂർക്കാവിലെ അന്ന് സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ ഉള്ള SHO, ആ SHOയ്ക്കെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ ഒരു പരാതിയും അതിന്മേലുള്ള അന്വേഷണവും തുടരുന്നതിനാൽ നിലവിൽ ഇപ്പോൾ മൊഴി നൽകാൻ ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതാണ് 3 കൗൺസിലർമാർ രേഖാമൂലം വട്ടിയൂർക്കാവ് പോലീസിനെ അറിയുന്നത്. എന്തായാലും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അന്ന് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോടാ പുല്ലേ പോലീസെ നടക്കമുള്ള മുദ്രാവാക്യം വലിയ രീതിയിൽ തലവേദനയാകുന്ന ഒരു സാഹചര്യമാണ് ബി.ജെ.പിക്ക് ഉണ്ടായത്. എന്തായാലും നിലവിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SHO അദ്ദേഹം ലീവിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തിരുന്ന ഒരു സംഭവമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി നൽകുവാൻ ഈ കൗൺസിലർമാർ തയ്യാറല്ല എന്നുള്ളതാണ് രേഖാമൂലം പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. പ്രജിൻ, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.